ആലപ്പുഴ ജില്ലയുടെ വടക്കൻ പ്രദേശമായ കരപ്പുറത്തെ പുരാതനമായ ഒരു ദേവീക്ഷേത്രത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വാരനാട് ദേവീക്ഷേത്രം ചേർത്തല ടൗണിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അകലമേയുള്ളൂ. ഈ ദേശത്തിലെ വളരെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ മഹാദുരിതങ്ങളും മഹാരോഗങ്ങളും ഒക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവിടുത്തെ ദേവി അതിനെല്ലാം ശാശ്വതമായ പരിഹാരം നൽകി നാട്ടിൽ നന്മയും ഐശ്വര്യവും വളർത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ അഭിപ്രായം. ഇവിടെ വഴിപാടുകളും പൂജകളും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങൾ ഈ നാട്ടുകാരെയൊക്കെ വളരെയേറെ ഈ ദേവസ്വമായിട്ടും ഈ ക്ഷേത്രവുമായിട്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വത്തിന് ആവശ്യമായ ഇവിടുത്തെ വഴിപാടുകൾക്കും പൂജകൾക്കും ഒക്കെ ആവശ്യമായ മഞ്ഞൾ, ഓരോ വർഷവും വേണ്ട മഞ്ഞൾ കൃഷി ചെയ്യുന്നതിന് 1 ഏക്കർ സ്ഥലത്ത് മഞ്ഞൾ കൃഷി കാർഷിക മേഖലയ്ക്കൊരു മാതൃകയും നേട്ടവുമാണത്. അതോടൊപ്പം വഴിപാടുകൾക്ക് ആവശ്യമായ ഇലകളും അതുപോലെ പഴങ്ങളും വേണ്ടിയിട്ട് വളരെ വലിയൊരു വാഴത്തോട്ടം തന്നെ ഇവർ ചെയ്യുന്നു. ഇങ്ങനെ കാർഷിക മേഖലയിൽ അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ അടുപ്പിച്ച് കാർഷിക പ്രദർശനം നടത്തുകയുണ്ടായി. ധാരാളം വിത്തും തൈകളും ജനങ്ങൾക്ക് കിട്ടത്തക്ക തരത്തിലുള്ള കാർഷിക പ്രദർശനങ്ങൾ, മത്സരങ്ങളും സെമിനാറുകളും നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ ഈ ദേവസ്വത്തിന് കഴിയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഇതിൻ്റെ ഭരണസമിതി വിവിധ സമുദായ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നാണ് ചെയ്യുന്നത്. വലിയൊരു സാമുദായിക ഐക്യം ഇതിൻ്റെ പിന്നിലുണ്ട്. SNDP, NSS, ധീവരസഭ, ക്ഷത്രിയ സഭ, അതുപോലെ കുടുംബങ്ങൾ, പ്രത്യേക കുടുംബങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാം ഇതിൻ്റെയും പ്രതിനിധികൾ ചേർന്ന ഐക്യത്തോടെ ഈ ക്ഷേത്രം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മാതൃകാപരമായ ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ഏറ്റവും വലിയ പ്രചോദനം. നമസ്കാരം. നമസ്കാരം. ഈ വാരനാട് ദേവസ്വത്തിൻ്റെ വളരെ മനോഹരമായൊരു മഞ്ഞൾ തോട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ദേവസ്വം തന്നെ ഈ തോട്ടം, ഈ മഞ്ഞൾ കൃഷിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന അങ്ങയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ അതെ അതെ. എന്തുമാത്രം സ്ഥലത്താണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്? ഇത് 2 ഏക്കറിൽ താഴെ വരും. 2 ഏക്കർ താഴെ വരും. 1 ഏക്കറിൽ കൂടുതലുണ്ട്. 1 ഏക്കറിൽ കൂടുതലുണ്ട്. ഏതിനം മഞ്ഞളാണ് ഇതിന്? വിത്ത് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വിത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് വയനാടൻ മഞ്ഞൾ. വയനാടൻ മഞ്ഞൾ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? വർണ്ണം കൂടുതലാണ് വയനാടൻ മഞ്ഞൾ. കവിത തന്നെ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ. അപ്പോൾ ആ നിറം ആകർഷണീയത ഉള്ളത് കൊണ്ടാണ് നമ്മളത് തന്നെ തിരഞ്ഞെടുത്തത്. മൂപ്പ് എത്ര മാസം കൊണ്ട് ഇത് മൂക്കും? ഇത്
10 മാസം വേണം. സാധാരണ 8 മാസം കൊണ്ട് നോക്കണം എന്നും ഉണ്ട്. മൂപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ട് 10 മാസം വേണം. അപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് കൃഷി ആരംഭിച്ചിട്ട് എന്തുമാത്രം സമയമായി ഇതിന്റെ മൂപ്പ്? ഇതിപ്പോൾ 4/4 പ്ലാൻ ചെയ്തത്. നമ്മളവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, ശാസ്ത്രീയ മഞ്ഞൾ. 5 മാസം ആകും. 5 മാസം കഴിഞ്ഞു. അപ്പോൾ ഇനിയും 5 മാസത്തോളം വേണം. വേണം. അപ്പോൾ ഇതുവരെ ചെയ്ത കൃഷികൾ ഇത് തുടക്കം മുതൽ, കാരണം ഇത് ഇപ്പോൾ ഈ മാതൃകാപരമായ ഒരു കൃഷിയാണ് ഈ നടക്കുന്നത്. ഒരു ദേവാലയത്തിൽ ആവശ്യം വരുന്ന വൻതോതിലുള്ള മഞ്ഞൾ അത് കൃത്രിമമില്ലാതെ ഉത്പാദിപ്പിക്കുക എന്നുള്ള അതിമഹത്തായ ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. പുണ്യകർമ്മം. അതെ. ഈ കർമ്മം അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കാണുന്നവർക്ക് അത് ആവർത്തിക്കാൻ തോന്നും. അത് ചെയ്യാൻ ഒരുപാട് സ്ഥലമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രസ്ഥാനങ്ങളും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കൃഷിയുടെ തുടക്കം മുതൽ ഒന്ന് ചുരുക്കി പറയാമോ? അതായത് മഞ്ഞൾ വിത്ത് തിരഞ്ഞെടുക്കുകയാണ് ആദ്യത്തെ ജോലി. 30 മുതൽ 40 ഗ്രാം ഭാരമുള്ള 2 എതളിൽ കുറയാത്ത വിത്തുകൾ തിരഞ്ഞെടുത്തിട്ട് അതിന് തടം ഉണ്ടാക്കണം. അത് മഴ ആരംഭത്തിന് മുമ്പ് തന്നെ തടം ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത്. 1 മീറ്റർ വീതിയിലും 40 സെൻറ്റിമീറ്റർ വീതിയുള്ള നിലത്തുനിന്ന് 20 സെൻറ്റിമീറ്റർ പൊക്കമുള്ള വരമ്പുകളാക്കണം. അങ്ങനെയുള്ള തടം പാകപ്പെടുത്തിയിട്ട് ഏക്കറിന് ഒരു 10 ടൺ കാലിവളവും കമ്പോസ്റ്റും ചേർത്ത് തടം ഫില്ല് ചെയ്യണം. അടിവളം. ആ അടിവളത്തിലേക്ക് 15-30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ച് വിത്തുകൾ പാകുക. 15 സെൻറ്റിമീറ്റർ അകലം, തണ്ട് വിത്തുകൾ തമ്മിലുള്ള അകലം. വരികൾ തമ്മിലാണ്, വരികൾ തമ്മിലും ചെടികൾ തമ്മിലും 15-30 എന്ന അകലം പാലിച്ചാൽ ശാസ്ത്രീയ കൃഷിക്കുള്ള പാകമായി. അതിനുശേഷം ഈ വിത്തൊക്കെ പായതിനു ശേഷം അതിൻ്റെ മീതെ മുകളിൽ എന്തെങ്കിലും പുതയിടിയിലെന്ന് പറയുന്ന ഒരു സ്വരം, അത് ഉണങ്ങിയ പൊടങ്ങിയ കരികല നിറയെ ഒരു ഏതാണ്ട് 1 ഇഞ്ച് കനത്തിൽ മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയ കൃഷിക്ക് പുതയിടിയിൽ വളരെ അനിവാര്യമായ ഈർപ്പം നിലനിർത്തുക, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതിരിക്കുക, സൂര്യപ്രകാശം ആവശ്യത്തിന് ആഗിരണം ചെയ്യുക ഒക്കെ ചെയ്യാൻ ഇപ്പോൾ അനുഗ്രഹമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മേൽവളങ്ങൾ എന്തൊക്കെയാണ്? മേൽവളം ചെയ്യുന്നല്ലോ രണ്ടാമത് ചെയ്യുന്നത്. രണ്ടാമത് അതായത് ഓരോ 20 ദിവസം കൂടുമ്പോഴും നമ്മൾ വീണ്ടും ഈ ഉണങ്ങിപ്പൊടിഞ്ഞ, അതായത് ഇത് ചെയ്യുന്നത് നമ്മൾ ജൈവ കൃഷിയാണ്. ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ നമുക്ക് രാസവളം ഉപയോഗിക്കാനായിട്ട് പ്രയാസമുള്ളത് കൊണ്ട് ഈ കൂടുതൽ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ ആ പുണ്യകർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിന് പറ്റിയ രീതിയിൽ നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായി ഇത് നിൽക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഓരോ 20 ദിവസം കഴിയുമ്പോൾ ചെറിയ തോതിൽ മണലും ചേർത്ത് ഈ നേരത്തെ ചേർന്ന പൗഡർ രൂപത്തിലുള്ള ഈ കാലിവളവും കമ്പോസ്റ്റും ചേർത്ത് ഇടക്കിടക്ക് ഫില്ല് ചെയ്ത് മണലുമായിട്ട് കൊടുക്കും. കല്ലുവളം കമ്പോസ്റ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും എല്ലുപൊടിയോ വേപ്പം പിണ്ണാക്കോ അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരിടക്ക് കൊടുത്തായിരുന്നു, ഇടയ്ക്ക് കൊടുക്കാം. ഉണങ്ങിപ്പൊടിഞ്ഞ വേപ്പം പിണ്ണാക്കും ഇത്തിരി കരികല പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ കീടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കൂടി കഴിയും. ജൈവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെ ജലസേചനം എങ്ങനെയാണ്? ജലസേചനം നന അനിവാര്യമാണ്. പക്ഷേ വെള്ളം കൂടിപ്പോയാൽ ആ കൂടിയ വെള്ളം കൊണ്ട് തന്നെ ഒരുതരം അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം മിതമായ തോതിൽ അനിവാര്യമാണ്, എന്നാൽ കൂടിപ്പോകുകയാകരുത്. ഇപ്പം ജലസേചനം നമുക്ക് വലിയ പ്രശ്നം ആദ്യം കുറച്ച് നാളെ ഉണ്ടായി കാണുള്ളൂ. ഏപ്രിൽ എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ മഴ വരുന്നു, ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ കാലവർഷമായി. അപ്പം കാലവർഷത്തിന് നനയേണ്ട ആവശ്യം വരുന്നില്ല. ജൂൺ ജൂലൈയിൽ നമുക്ക് ആവശ്യമേ വരുന്നില്ല. അത് കഴിഞ്ഞുള്ള ഇപ്പം നനയ്ക്കണം. ഇപ്പം എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇനി ഒരു പ്രതീക്ഷിക്കുന്ന എത്ര മാസം? 10 മാസം പൂർത്തീകരിക്കുന്ന സമയത്ത്, അതായത് ഇത് ഇപ്പോൾ പൂത്ത് മുറുത്ത് കഴിഞ്ഞാൽ തണ്ടുകൾ മെല്ലെ പഴുത്തുണങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി തുടങ്ങി സമയം അതാണ്. അപ്പോൾ ആ വിളഞ്ഞു എന്ന് മനസ്സിലായി. പാടങ്ങളിൽ മഞ്ഞൾ നല്ല സ്വർണ്ണവർണ്ണം വരികയല്ലേ, അതുപോലെ ഇതിനൊരു സ്വർണ്ണവർണ്ണം ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് പച്ച മഞ്ഞളിന് തന്നെ അത് വളരെ മനോഹരമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇതിനെ നമ്മൾ സ്നേഹിക്കണം. കൃഷി ചെയ്താൽ പോരാ, കൃഷിയോടുള്ള സ്നേഹം അതാണ് ഒരു വലിയ കാര്യം. ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ആളേറെ പോയാലും താനേറെ പോകണം. അപ്പോൾ താനേറെ ഉണ്ടാകണം. ആരാണോ നോക്കണ കൃഷിയെ സ്നേഹിക്കുന്ന ആൾ ഏറെ ഉണ്ടാകണം. അത് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല ഈ തെങ്ങിൻ്റെ ഇടയിലാണ് ഇവിടെ കണ്ടത്. ഒരു തെങ്ങും തോപ്പിലാണ് വാസ്തവത്തിൽ. ചെറിയ തൈകളൊക്കെ ആണെങ്കിൽ പോലും തെങ്ങുകൾ ആവശ്യത്തിന്, ഈ പറമ്പിൽ ആവശ്യത്തിന് തെങ്ങുകളുണ്ട്. അപ്പോൾ തെങ്ങിൻ തോപ്പിലെ ഇടവേളയായിട്ട് മഞ്ഞൾ കൃഷി വളരെ നല്ലതാണ്, വിജയിക്കുമെന്നുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ നമ്മുടെ തെങ്ങിൻ തോട്ടമൊന്നും അത്ര മഞ്ഞൾ കൃഷിയിലോട്ട് കടന്നു വരാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ ശരിയായ രീതിയിലുള്ള ആ കൃഷിയെക്കുറിച്ചുള്ള ഒരറിവ്, അല്ലെങ്കിൽ കൃഷി ചെയ്താൽ കിട്ടുന്ന ആദായത്തെക്കുറിച്ചുള്ള ഒരു ധാരണ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. തന്നെയല്ല, നമ്മുടെ വളർന്നു വരുന്ന യുവജനങ്ങൾ മറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി പോലുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ കൃഷിയെ മറന്നു കളയുന്നു. പക്ഷേ ഇന്ന് ചെറിയൊരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത്ഭുതകരമാണ്.
വളരെ ആശാവഹമാണ്. കാരണം കൃഷി അറിഞ്ഞാൽ ആനന്ദമാണ്, ആദായമാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഒരു വളം നമുക്ക് തെങ്ങുണ്ട്, ആ തെങ്ങിൻ്റെ ഇടവിളയാണ്, ഇടവിളയിൽ നിന്ന് കിട്ടുന്ന ആദായമുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ വരമ്പ് പിന്നെ അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഫോർട്രക്കർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്താൽ ലാഭത്തിലായിരിക്കും. ഇപ്പോൾ പച്ചക്കറിയിലൊക്കെ കുറേ മാറ്റം കാണുന്നുണ്ട്. പച്ചക്കറിയിലും വാഴയിലൊക്കെ കുറച്ച് മാറ്റം കാണുന്നുണ്ട്. പക്ഷെ അതുപോലൊരു മാറ്റം മഞ്ഞൾ കാണുന്നില്ല. അത് ചോദിക്കാൻ കാരണം മഞ്ഞളിനിപ്പോൾ നല്ല വിലയാണ് അല്ലേ? മഞ്ഞളിപ്പോൾ എല്ലാം കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുവാണ്. പക്ഷേ നല്ല മഞ്ഞൾ കിട്ടുന്നില്ല എന്നുള്ളൊരു വശം. അപ്പോൾ മഞ്ഞളിൻ്റെ ആ വശത്തെക്കുറിച്ച് സാമ്പത്തികമായിട്ട് ഇതിൻ്റെ നല്ല വിലയുള്ളതുകൊണ്ട് കൃഷിക്കാർക്ക് എങ്ങനെയൊക്കെ ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾ എന്താണ്? അതായത് ഇപ്പോൾ ഒരു കിലോ മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് ഉൽപ്പാദന ചെലവ് 30 മുതൽ 36 35 രൂപയെ നിൽക്കും. കമ്പോളത്തിൽ ഇന്ന് 80 രൂപ മുതൽ 86 രൂപ വരെ ഒരു കിലോ മഞ്ഞൾക്കുണ്ട്. മഞ്ഞളിൻ്റെ പൊടിക്കല്ല, മഞ്ഞളായിട്ട് ഉണങ്ങിയ മഞ്ഞളിന് മാത്രം 80 മുതൽ 86 രൂപ ഇപ്പോഴത്തെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്കൊരു 35 രൂപ ഒരു കിലോയ്ക്ക് മഞ്ഞളിന് ഉൽപ്പാദന ചെലവ് കഴിച്ചാലും ഒരു ഹെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദായത്തെക്കുറിച്ച് ഇരട്ടി ആദായമുണ്ട്. അറിയുന്നവർക്ക്, അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, കൃഷി അറിയുക എന്നൊരു വിഷയമാണുള്ളത്. അറിയാത്തവർക്ക് ഇതൊക്കെ നഷ്ടം സംഭവിച്ചെന്ന് വരാം. അപ്പോൾ അറിവും അർപ്പണബോധവും ആത്മാർത്ഥതയും കൃഷി ലയിപ്പിച്ചാൽ, ഇത് സമന്വയിപ്പിച്ചാൽ വരും തലമുറക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കൊടുത്താലാണല്ലോ ഈ വില. അത് പൊടിച്ചു കൊടുക്കുമ്പോൾ അതിലേറെ കിട്ടും. അയ്യോ, അത് ഒത്തിരിയായി. അത് ഏതാണ്ട് ഒരു 3 ഇരട്ടി. ഇന്ന് കാണുന്ന ഈ വലിയ കുത്തക കമ്പനികളൊക്കെ ഇത് പൗഡർ രൂപത്തിലാക്കി എക്സ്പോർട്ട് ചെയ്യല്ലേ. സുഗന്ധവ്യഞ്ജനങ്ങളിൽ സൗന്ദര്യ റാണി എന്ന് പറയുന്നത് മഞ്ഞളാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ 1ാം സ്ഥാനം. കാർഷിക അടിസ്ഥാനത്തിൽ, വ്യവസായ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മഞ്ഞൾ ഔഷധത്തിന് മഞ്ഞൾ വേണം, വസ്ത്രനിർമ്മാണത്തിന് മഞ്ഞൾ വേണം, ഭക്ഷണത്തിന് മഞ്ഞൾ വേണം, അതുപോലെ ആയുർവേദ നിർമ്മാണത്തിന് അനിവാര്യമാണ്. ഒട്ടനവധി സൗന്ദര്യം, സ്ത്രീക്ക് സൗന്ദര്യം കൊടുക്കാൻ മഞ്ഞൾപ്പൊടിയും കലർപ്പില്ലാത്ത മഞ്ഞൾപ്പൊടിയും തേനും ആയുർവേദം അനുശാസിക്കുന്നു. അപ്പോൾ മഞ്ഞൾ പണ്ട് മുതലേ ജീവിതചര്യയിൽ ആയുർവേദത്തിൽ അടിസ്ഥാനമായ മനുഷ്യൻ്റെ നിലനിൽപ്പിന് മഞ്ഞൾ അനിവാര്യമാണ്. അപ്പോൾ മഞ്ഞൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യം ഒന്നുമില്ല. ഇവിടെ ഏറെ പുണ്യം തരുന്ന ഒരു കാര്യം, വയനാട് ദിവസം ഇത് മഞ്ഞൾ കൃഷി നേരിട്ട് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊത്തിരി വ്യത്യസ്തമാണ്, ഏറെ വ്യത്യസ്തമാണ്. അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒന്നുകൂടി അറിയാനുള്ളത്, ഈ മഞ്ഞൾ ഇപ്പോൾ വിളവെടുക്കുമല്ലോ, 4 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാകും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും പ്രോസസ്സ് ചെയ്യാൻ നിങ്ങൾ എന്ത് പ്ലാനാണ് ചെയ്തിരിക്കുന്നത് അതിന്? അതായത് നമുക്കിതിപ്പോൾ അത് വയനാട് ദേവസ്വത്തിൻ്റെയും കൂടി താല്പര്യത്തെ ആശ്രയിച്ചുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സ്വർണ്ണവർണ്ണം നിറയ്ക്കുന്ന നിറത്തിലുള്ള സമയത്ത് മഞ്ഞൾ ഇത് പിഴുതെടുത്തിട്ട് അത് നമ്മൾ പുഴുങ്ങി ചെമ്പുകലത്തിലോ ഓട് കലത്തിലോ തിളപ്പിച്ച വെള്ളത്തിൽ പുഴുങ്ങണം. അങ്ങനെ പുഴുങ്ങുന്ന സമയത്ത് ആ കലത്തിൻ്റെ മുകളിൽ ഒരു ചാക്കിട്ട് മൂടണം. അങ്ങനെ മൂടി കഴിയുമ്പോൾ ഈ മഞ്ഞൾ വെന്തു എന്ന് കാണിക്കുന്നതിന് വൈറ്റ് നിറത്തിലുള്ള പുക വരും, വെള്ളപ്പുക. അതുപോലെ തന്നെ മഞ്ഞളുടെ സുഗന്ധം പരക്കും. അപ്പോൾ മഞ്ഞൾ പാകമായി ഉറപ്പായി. ആ മഞ്ഞളെടുത്ത് 12 മുതൽ 15 ദിവസം വരെയും വെയിലത്തിട്ട് ഉണക്കണം. ആ ഉണക്കിയ മഞ്ഞൾ നമുക്ക് കമ്പോളത്തിലേക്ക് കൊടുക്കാം. ഈ തൊലിയും വേരുകളും ഒക്കെ എല്ലാം താനേ പോകും. അങ്ങനെ പോകുന്നത് വേണമെങ്കിൽ മഞ്ഞൾ വർണ്ണം കൊടുക്കാൻ പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാച്ചുറലായ വർണ്ണം കൊടുക്കാണ്ട് വകുപ്പുണ്ട്. മുഴുത്ത ചരലും മഞ്ഞളും കൂടി മിക്സ് ചെയ്യുക, കൊട്ടയിലിട്ട് മറിക്കുക. അപ്പോൾ അതിൻ്റെ പുറത്ത് കരിന്തരി പോകും, നല്ല നിറമുള്ള ആ കമ്പോളത്തിന് റെഡിയായി കഴിഞ്ഞു. മഞ്ഞൾ ഉണങ്ങിയ വെന്ത് നല്ല മഞ്ഞളായി കഴിഞ്ഞു. വയനാട് ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ആണല്ലോ അങ്ങ്. അതെ. എന്താണ് ഈ മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അമ്പലകാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കുമ്പോൾ തന്നെ കാർഷിക മേഖലയിൽ നല്ലൊരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് അങ്ങനെ കാർഷിക മേഖലയിൽ ഊന്നി പ്രകൃതിയെയും കൃഷിയെയും അതുപോലെ മരങ്ങളെയുമൊക്കെ സ്നേഹിക്കുന്ന ഇത്തരം മാതൃകകൾ ഇവിടെ സ്വീകരിക്കാനുള്ള കാരണം? അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. വയനാട് ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ നാടിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ക്ഷേത്ര ആരാധനയോട് മാത്രമല്ല, കാർഷിക രീതിയിലുള്ള ഒരു സമ്പൽ സമൃദ്ധിയും ഇത് അനിവാര്യമാണ് എന്ന് വയനാട് ദേവസ്ഥത്തിന് തോന്നിയ ഒരു സാഹചര്യം. അതോടൊപ്പം ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ദ്രവ്യങ്ങൾ കഴിയാവുന്നതും കലർപ്പില്ലാതെ ദേവിയുടെ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്തുണ്ടാക്കണമെന്ന അതിയായ ദേവസ്ഥൻ്റെ ആഗ്രഹം. ആ 2 ആഗ്രഹങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ ഏറ്റവും പരമപ്രധാനമാണ് വയനാട്ടമ്മയ്ക്ക് മഞ്ഞൾ എന്ന് പറയുന്നത്. ആ മഞ്ഞൾ എന്ന് പറയുന്നത് ഇപ്പോൾ ദേവസ്വത്തിൻ്റെ തന്നെ ഒരു മൂലസ്ഥാനമായ വയലാർ എന്ന സ്ഥലത്ത് 1 ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഞങ്ങൾ മഞ്ഞൾ സ്വന്തമായി കൃഷി ചെയ്യുകയാണ്. മഞ്ഞളിൻ്റെ പ്രധാന പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ഇവിടെ അഭിഷേകത്തിന് വേണം,
പ്രസാദത്തിന് വേണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് കൈവട്ട കുരുതി എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രത്യേകിച്ചും ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവിടെ വരികയും ആ വഴിപാടുകൾ കഴിക്കുകയും അനവധി നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തതായി ആളുകൾ പറയുന്നു. അപ്പോൾ ആയിരക്കണക്കിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് കൈവട്ട കുരുതി എന്ന് പറയുന്ന അനിവാര്യമായ ഒരു ദ്രവ്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ആ മഞ്ഞൾ ദേവിയുടെ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്ത് അതിവിടെ ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായി ഞങ്ങൾ കാണുന്ന മഞ്ഞളിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ഇല വേണം, പഴങ്ങൾ വേണം, അതുപോലെ പ്രസാദകൂട്ടിനാവശ്യമായ പച്ചക്കറികൾ വേണം. ഈ പച്ചക്കറികളെല്ലാം ഇപ്പം നമ്മൾ ഈ വയലാറിനടുത്ത് തന്നെ ഉള്ളതിൽ എന്നൊരു സ്ഥലത്താണ് നമ്മൾ വാഴ കൃഷി ചെയ്യുന്നു. വാഴയുണ്ട്, ചേനയുണ്ട്, തൈകളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കൃഷിയോഗ്യമാക്കിക്കൊണ്ട് ഈ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ട പഴങ്ങളും ഇലയും നമ്മുടെ പച്ചക്കറികളും എല്ലാം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഏകദേശം ദേവിയുടെ അനുഗ്രഹത്താൽ വിജയിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിന് ദേവസ്വത്തിൻ്റെ എല്ലാവരുടെയും പിന്തുണ, ഭക്തജനങ്ങളുടെ പിന്തുണ, നാട്ടുകാരുടെ പിന്തുണ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇത് ഭംഗിയായി തീർക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. കർഷകശ്രീ വാർഷിക പതിപ്പ് കൂടുതൽ പേജുകളും വിഭവങ്ങളുമായി വിപണിയിൽ. ഒപ്പം ചീര കുറ്റിപ്പയർ വിത്തുകൾ സൗജന്യം. കർണാടക, തമിഴ്നാട് കൃഷിപ്പാടങ്ങൾ, കേരളത്തിന്റെ ജൈവകൃഷി സാധ്യതകൾ, കൃഷിയിലെ സംരംഭത്തനിമ, പുതുപരീക്ഷണങ്ങൾ, സ്ത്രീ വിജയങ്ങൾ. കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കർഷകശ്രീ മലയാള മനോരമയുടെ കാർഷിക മാസിക. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദൂരദർശന്റെ കർഷക പ്രതിഭാ സംഗമം കനകക്കുന്നിൽ നടന്നു. ക്ഷീരവികസന വകുപ്പ് കർഷകർക്ക് പരിശീലനം നൽകുന്നു. നെല്ല് സംഭരണം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കർഷക പ്രതിഭകളുടെ സംഗമം ദൂരദർശന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്നു. കർഷകർ തങ്ങളുടെ അറിവും അനുഭവവും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത നൂതനമായ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളുമാണ് പ്രതിഭാ സംഗമത്തിൽ പ്രദർശിപ്പിച്ചത്. 26 കർഷകരാണ് സ്വയം ഗവേഷണത്തിലൂടെ രൂപകൽപ്പന ചെയ്ത സാങ്കേതിക വിദ്യകളും പുതുരീതികളും കർഷകരും കാർഷിക വിദഗ്ധരും പങ്കെടുത്ത് സദസ്സിന് മുൻപാകെ അവതരിപ്പിച്ചത്. അനൗപചാരിക ഗവേഷണ പ്രതിഭകളുടെ അപൂർവ സംഗമം കർഷകർക്ക് വേറിട്ട അനുഭവമായിരുന്നു. കുടുംബകൃഷി, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സന്തുലിതാവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നൽ നൽകിയ പ്രതിഭാ സംഗമത്തിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് കണ്ടെത്തിയ പ്രതിഭകളെയാണ് തിരഞ്ഞെടുത്തത്. കൃഷി, മൃഗസംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിലെ കണ്ടുപിടുത്തങ്ങൾ, പുതിയ യന്ത്രങ്ങൾ, മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ച് കർഷക പ്രതിഭകൾ കർഷകരുമായും വിദഗ്ധരുമായും ചർച്ച ചെയ്തു. കൃഷി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ പി മോഹനൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. ദൂരദർശൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജി സാജൻ, അസിസ്റ്റന്റ് ഡയറക്ടർ കെ ജ്യോതിഷ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രതിഭാ സംഗമത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഡിസംബർ 15 മുതൽ കൃഷിദർശനിൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30 സംപ്രേഷണം ചെയ്യും. സംസ്ഥാന കൃഷി മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ നിറവ് പദ്ധതി പ്രകാരം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ വിപുലമായ രീതിയിൽ വടക്കൻ കേരളത്തിൽ ജൈവ കാർഷിക പ്രദർശനവും സെമിനാറും സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഡിസംബർ 25 മുതൽ 31 വരെ കണ്ണൂരിലെ പെരിങ്ങത്തൂർ പഞ്ചായത്തിൽ ജൈവ കാർഷിക പ്രദർശനം നടത്തും. തുടർന്നുള്ള മാസങ്ങളിൽ മാനന്തവാടി, എടക്കാട് എന്നീ പ്രദേശങ്ങളിലും പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരവികസന വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15 മുതൽ 20 തീയതി വരെ ക്ഷീര കർഷകർക്ക് പരിശീലനം നൽകുന്നു. നല്ല ഇനം കറവ പശുക്കളുടെ തിരഞ്ഞെടുപ്പ്, കന്നുകാലി രോഗങ്ങളും നിവാരണ മാർഗങ്ങളും, ശാസ്ത്രീയമായ കറവ രീതികൾ, ഗുണമേന്മയുള്ള പാൽ ഉൽപാദനം, തൊഴുത്ത് നിർമ്മാണം, തീറ്റക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടായിരിക്കും. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീര കർഷകർ ഡിസംബർ 12 തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0471244091.
മലപ്പുറം ജില്ലയിൽ സപ്ലൈകോ നടപ്പ് സാമ്പത്തിക വർഷത്തെ 2ാം സീസൺ നെല്ല് സംഭരണത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 2015 മാർച്ച് 31-നകം സംഭരിക്കേണ്ട നെല്ലിന്റെ രജിസ്ട്രേഷൻ 2015 ജനുവരി 5-ാം തീയതി വരെ നടത്താം. കർഷകർക്ക് ഇന്റർനെറ്റ് വഴി നേരിട്ടും രജിസ്റ്റർ ചെയ്യാം. കർഷകന്റെ പേര്, മേൽവിലാസം, കൃഷിസ്ഥലത്തിന്റെ സർവേ നമ്പർ, വിസ്തൃതി, മൊബൈൽ ഫോൺ നമ്പർ, തിരിച്ചറിയൽ കാർഡ് നമ്പർ, ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നിവ സഹിതം രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് www.supplycopaddy.com. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 049527022218 049527022268. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,600 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 13,100 രൂപ, കൊപ്ര കൊച്ചി 8,510 രൂപ, കൊപ്ര കോഴിക്കോട് 9,200 രൂപ, കൊപ്ര തൃശൂർ 8,750 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,300 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ സേലം 6,700 രൂപ, മഞ്ഞൾ ഈറോഡ് 6,900 രൂപ, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 10,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,300 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 10,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,450 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,700 രൂപ, കൊപ്ര 8,510 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 70,300 രൂപ, ചുക്ക് മീഡിയം 21,000 രൂപ, ചുക്ക് ബെസ്റ്റ് 23,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 260-നും ഇടയിൽ, ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 470-നും ഇടയിൽ, ജാതിപത്രി 700-നും 775-നും ഇടയിൽ, ഗ്രാമ്പൂ 975 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 10,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 11,300 രൂപ, ഒട്ടുപാൽ 7,000 രൂപ, ലാറ്റക്സ് 7,000 രൂപ. ഇനി കമ്പോള അവലോകനം. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ മങ്ങിയത് കുരുമുളകിനെ വീണ്ടും തളർത്തി. 2 ദിവസം കൊണ്ട് 700 രൂപയുടെ ഇടിവ് നേരിട്ട ഗാർബിൾഡ് കുരുമുളക് 70,300-ലേക്ക് താഴ്ന്നാണ് വിപണനം തുടങ്ങിയത്. വിളവെടുപ്പ് അടുത്തത് വാങ്ങലുകാരെ രംഗത്ത് നിന്ന് പിൻവലിയാൻ പ്രേരിപ്പിച്ചു. നാളികേര ഉൽപ്പന്നങ്ങൾ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് തിരിച്ചുവരവ് നടത്തി. ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള തേങ്ങ നീക്കം കുറഞ്ഞതിനാൽ കോഴിക്കോട് കൊപ്ര വില ഇന്ന് 9,200-ലേക്കും വെളിച്ചെണ്ണ 13,600-ലേക്കും കയറി. ക്രിസ്തുമസ് ഡിമാൻഡ് ഏലക്ക ലേലത്തിൽ വീറും വാശിയും ഉയർത്തി. കൊച്ചി ലേലത്തിന് വന്ന 95,522 കിലോ ഏലക്ക പൂർണ്ണമായി ലേലം കൊണ്ടു. മികച്ച ഇനങ്ങളുടെ വില കിലോ 1,012 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 783 രൂപയിലാണ്. റബ്ബറിന് വ്യാവസായിക ആവശ്യം ഉയരാത്തത് വിപണിയെ വീണ്ടും തളർത്തി. കൊച്ചിയിൽ 4-ാം ഗ്രേഡിന്റെ വില കിലോയ്ക്ക് 113 രൂപയായി ഇടിഞ്ഞു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.3, 25. കൊച്ചി 32.8, 24.4. ആലപ്പുഴ 32.7, 23.2. പുനലൂർ 34, 22.6. തിരുവനന്തപുരം 33, കുറഞ്ഞ താപനില 23.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.